ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ മാത്സ് ബോക്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ +2 ഇംഗ്ലീഷ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ്, വുമൺ എംപവർമെൻറ്റ്, മാത്സ് ബോക്സ്, അതുപോലെ തന്നെ എനി വുമൺ. ഈ ചാപ്റ്റേഴ്സൊക്കെ വരുന്ന ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതലും +2 എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് മാത്സ് ബോക്സ് എന്ന ചാപ്റ്റർ നോക്കാം. മാത്സ് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആശാപൂർണ ദേവിയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയേക്കുന്നത്. നൊമിത എന്നുള്ള ഒരു ഗേളിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നൊമിത എന്ന വുമണിനെ പറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റോറി മുഴുവൻ പറയുന്നത്. ഓക്കെ, ആൻഡ് ഷീ ഈസ് മാരീഡ് ടു അജിത്ത്. ഓക്കെ, നൊമിത എന്ന് പറയുന്ന ഒരു ലേഡി അജിത്തിനെ മാരി ചെയ്യുവാണ്. നൊമിത എന്ന് പറയുമ്പോൾ നല്ല ബ്യൂട്ടി ഉള്ളൊരു ആളാണ്, നല്ല സുന്ദരിയായിട്ടുള്ള ഒരാളാണ്. അപ്പം റിച്ച് ഫാമിലിയിലുള്ള ഒരാളാണ് ആരെന്ന് പറയുമ്പോഴത്തേക്കും അജിത്ത് എന്ന് പറയുമ്പോൾ. അപ്പം നൊമിത എന്ന് പറയുമ്പോൾ പുവർ ഫാമിലിയാണ്. നൊമിതയുടെ അച്ഛൻ മരിച്ചു പോയതാണ്, അമ്മ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഭയങ്കരമായിട്ടുള്ള പുവർ ഫാമിലിയിലുള്ളതാണ് നൊമിത. നൊമിതയുടെ ബ്യൂട്ടി കണ്ടിട്ടാണ് അജിത്ത് എന്ത് ചെയ്യുന്നത്, നൊമിതയെ മാരി ചെയ്യുന്നത്. അജിത്തിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര റിച്ച് ആയിട്ടുള്ള, അതുപോലെ തന്നെ ജോയിൻറ്റ് ഫാമിലിയാണ്, ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ജോയിൻറ്റ് ഫാമിലിയാണ് അജിത്തിൻ്റേത്. ഓക്കെ, പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ആശാപൂർണ ദേവിയുടെ ഷോർട്ട് സ്റ്റോറിയാണ് എന്തെന്ന് പറഞ്ഞാൽ മാത്സ് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ഒരു വുമൺ ആണ്, ഒരു ഹൗസ് ഹോൾഡിലെ വുമൺ, അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി കൂടുന്ന വുമൺ. എന്തൊക്കെയാണ് അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്താണെന്ന് പറയുമ്പോഴത്തേക്കും, നൊമിത ഉണ്ടല്ലോ, നൊമിത എന്ത് ചെയ്യും, അജിത്തിൻ്റെ ഷർട്ട് എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, വാഷ് ചെയ്യാനായിട്ട് ആൾ വന്നപ്പോഴത്തേക്കും നൊമിത അജിത്തിൻ്റെ ഷർട്ട് എടുക്കുമ്പോഴത്തേക്കും ഒരു ചുരുട്ടി കൂട്ടിയ ഒരു പേപ്പർ അജിത്തിൻ്റെ ഷർട്ടിൽ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം നൊമിത അതെടുത്ത് വായിക്കുമ്പോഴത്തേക്കും നൊമിതയുടെ അമ്മ നൊമിതയ്ക്ക് അയച്ച ലെറ്ററാണ് അജിത്ത് ഓപ്പൺ ചെയ്ത് വായിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ചുരുട്ടി കൂട്ടി വെച്ചേക്കുന്നത്. അപ്പം അത് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ആരടുത്ത് പറഞ്ഞിട്ട് കൂടിയില്ല, നൊമിതയോട് പറഞ്ഞിട്ട് കൂടിയില്ല. ഇതിപ്പോൾ ഒരു തവണയെന്നല്ല, പല തവണയായി അജിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നൊമിതയ്ക്ക് വരുന്ന ലെറ്റർ വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നൊമിത പല തവണ ഇത് വാൺ ചെയ്തിട്ടുള്ളതാണ്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് നൊമിത പല തവണ വാൺ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും അജിത്ത് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ആരുടെ ലെറ്റർ കിട്ടുന്നു, നൊമിതയുടെ അമ്മ അയച്ച ലെറ്റർ കിട്ടുന്നു ആണ് ചെയ്യുന്നത്. അപ്പം അജിത്തിനോട് എന്ത് ചെയ്യുന്നുണ്ട്, നൊമിത ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. എനിക്ക് വന്ന ലെറ്റർ, അല്ലെങ്കിൽ എൻ്റെ അമ്മ അയച്ച ലെറ്റർ എന്തിനു ഓപ്പൺ ആക്കി നോക്കിയത്, എന്നോട് പറഞ്ഞുകൂടിയില്ല എന്ന് പറയുന്നത്. അപ്പം അജിത്ത് എന്താ പറയണം, നിൻ്റെ അമ്മ എന്തിനായിരിക്കും ലെറ്റർ എഴുതുന്നത്, ഒന്നെങ്കിൽ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ എപ്പോഴും ലെറ്റർ എഴുതുന്നതെന്നാണ് അജിത്ത് പറയുന്നത്. ഓക്കെ, അമ്മ എപ്പോഴും ഇതുപോലെ ലെറ്റർ എഴുതാറുണ്ട്, നൊമിതയ്ക്ക് ലെറ്റർ എഴുതാണ്ട്, എന്ത് ചോദിച്ചുകൊണ്ട്, പൈസ ചോദിച്ചുകൊണ്ട്, നൊമിതയ്ക്ക് ലെറ്റർ എഴുതാണ്ട്, അമ്മയുടെ സിറ്റുവേഷൻ കൊണ്ടിട്ടാണ് അമ്മ ആ ലെറ്റർ അങ്ങനെ നൊമിതയ്ക്ക് ലെറ്റർ എഴുതുന്നത്. പക്ഷേ എന്താണ് ചെയ്യുന്നത്, അജിത്ത് നൊമിതയെ അത് പറഞ്ഞ് കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് സ്വാഭാവികമായിട്ടും എന്താണ്, നൊമിതയ്ക്ക് അതൊരു ഇറിറ്റേഷനാണ്. പലതവണ അമ്മയോട് വാൺ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്, ഇനി പൈസ ചോദിച്ച് ലെറ്റർ അയക്കരുത് എന്ന്, ഇനി എന്നോട് പൈസ ചോദിക്കരുത് എന്ന് പറയണം എന്ന് നൊമിതയ്ക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ സിറ്റുവേഷൻ ഓർത്തുകൊണ്ട് മാത്രമാണ് നൊമിത വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്ന, ലെറ്റർ വായിക്കുകയും അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്നത്. അപ്പം നൊമിത ഈ ഒരു ലെറ്റർ ഓപ്പൺ ചെയ്തു, അടുത്ത് ഇപ്പം ഈ നടന്ന സിറ്റുവേഷനിലെ ലെറ്ററും ആരോ ഓപ്പൺ ചെയ്തു, അജിത്ത് ഓപ്പൺ ചെയ്തു എന്ന് കണ്ടപ്പോഴത്തേക്കും നൊമിതയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായി. എപ്പോഴും പറയുന്നത്, കുറേ തവണ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും നൊമിതയ്ക്ക് ഭയങ്കര ദേഷ്യമായി, ഭയങ്കരമായിട്ട് റേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അജിത്തിന് നേരെ. ഇതൊരു ബിഗ് മിസ്റ്റേക്ക് തന്നെയാണെന്നാണ് നൊമിത ആരോട് പറയുന്നത്, അജിത്തിനോട് പറയുന്നത്. അപ്പോൾ അജിത്ത് ഒരിക്കലും ഇത്രയും നമ്മുടെ നൊമിത ഇത്രയും കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് ഒരിക്കൽ പോലും അജിത്ത് എന്ത് ചെയ്യുന്നില്ല, അജിത്ത് നൊമിതയുടെ ആ ഒരു ആങ്കറിനെ ഫിയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ദേഷ്യത്തിന് മുന്നിൽ അജിത്ത് ഒരിക്കൽ പോലും എന്ത് ചെയ്യുന്നില്ല, പതറുന്നില്ല. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞ് രണ്ടുപേരും കൂടിയിട്ട് അടിയാവുകയാണ് ചെയ്യുന്നത്. നൊമിതയുടെ ഫാമിലിയെ പറ്റിയിട്ടും ഒക്കെ ആര് പറയുന്നുണ്ട്, അജിത്ത് പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഇങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേഷ്യം വന്ന് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്
പോലും ആര് ചോദിക്കുന്നുണ്ട്, അജിത്ത് ചോദിക്കുന്നുണ്ട്. നൊമിതയോട് ചോദിക്കുകയാണ് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നൊമിതയോട് ചോദിക്കുന്നുണ്ട്. അപ്പം നൊമിത എന്ത് ചെയ്യും, അടുത്തൊരു തീപ്പെട്ടി എടുത്തിട്ട് എന്ത് ചെയ്യും, സ്വന്തം സാരി കത്തിക്കും. ഓക്കെ, അപ്പം അത് കാണുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അജിത്ത് പേടിക്കുകയാണ് ചെയ്യുന്നത്. സാരി കത്തിക്കാനാകുമ്പോൾ സ്വാഭാവികമായിട്ട് അജിത്ത് പേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാരി കത്തിച്ചത് എന്താണ് തീ കെടുത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നൊമിത ഒന്നും അറിയാത്ത പോലെ താഴോട്ട് ഇറങ്ങിപ്പോകും. കാരണം ജോയിൻറ്റ് ഫാമിലി ആണല്ലോ, അപ്പം താഴെ കിച്ചണിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നോർമൽ പോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പോലെ നൊമിത പെരുമാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് എടുത്ത് കാണിക്കുന്നത്, സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് മെൻ ടു എ വുമൺ. ഒരു മെന്ന് വുമണിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഈ ഒരു കാര്യം മറ്റൊരാൾക്ക് വരുന്ന ലെറ്റർ, മറ്റൊരാൾക്ക് വരുന്ന മെസ്സേജസ് ഒന്നും വേറൊരാൾ വായിക്കാൻ പാടില്ല എന്നുള്ള ലെസൺ കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കമ്പാരിസൺ ഈ വുമൺ ആൻഡ് മാച്ച് ബോക്സ്. വുമൺ എങ്ങനെയാണ് ദാശാപൂർണ ദേവി വുമണും മാച്ച് ബോക്സായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളിയാണ്. നമ്മൾ വളരെ വില കുറച്ച് വാങ്ങുന്ന ഒരു സാധനമാണ് മാച്ച് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫ് പോലും സ്പോയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പോയിസൺ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെയാണ് എന്തെന്ന് പറയുന്നത് വുമൺ എന്ന് പറയുന്നത്. അതങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് പറയാം. പിന്നെ സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം ടൈമിൽ നോക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബാക്കി ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ അറിയിക്കുക. ബാക്കി ചാപ്റ്റേഴ്സും കൂടെ അപ്ലോഡ് ചെയ്യണോ വേണ്ടെന്നുള്ള അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.